ശ്രോണിസ്ഥലം മൃഗഗണാപദയോർനഘാസ്തേ ഹസ്ത്യുഷ്ട്രൈ സൈന്ധവമുഖാഗമനം തു കാല വിപ്രാതിവർണഭവനം വദനാബ്ജബാഹുചാരൂരുയുഗ്മചരണം കരുണാംബുധേ തേ ശ്രോണിസ്ഥലം മൃഗഗണാപദയോർനഘാസ്തേ ഹസ്ത്യുഷ്ട്രസൈന്ധവമുഖാഗമനം തു കാല വിപ്രാതിവർണഭവനം വദനാബ്ജബാഹു ചാരൂരുയുഗ്മചരണം കരുണാംബുധേ തേ ശ്രോണിസ്ഥലം ജഘനം ശ്രോണിസ്ഥലം മൃഗഗണാഃ പദയോർനഖാസ്തേ ഹസ്ത്യുഷ്ട്ര സൈന്ധവമുഖാഃ ഗമനന്തു കാലഃ വിപ്രാതിവർണഭവനം വദനാബ്ജമാഹു ചാരൂരുയുഗ്മചരണം കരുണാംബുധേ തേ. ഭഗവാന്റെ കേശാദിപാദ വർണ്ണനയിൽ ഇതാ ശ്രോണിസ്ഥലം മടിത്തട്ട് ആയി. മൃഗഗണാഹ ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളും, എല്ലാ മാനുകൾ തുടങ്ങിയ എല്ലാ മൃഗങ്ങളും ഭഗവാന്റെ മടിത്തട്ടിലെ വാത്സല്യപൂർവ്വം വളരുന്ന ജീവികളായിട്ട് ഭാവന ചെയ്യാൻ പറയണു. പദയോർനഖാസ്തേ ഹസ്തി ഉഷ്ട്ര സൈന്ധവ മുഖാഹ. നഖങ്ങളിൽ പല 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 ക്രൂരമൃഗങ്ങളുടെയും ഭാവങ്ങൾ കാണാം. വൈൽഡ് അനിമൽസ് എന്ന് നമ്മൾ പറയാറുണ്ട്. അതൊക്കെ ഭഗവാന്റെ നഖങ്ങളായിട്ട് ഭാവന ചെയ്തോളൂ. നഖങ്ങളെ പല രീതിയിലും ഭാവന ചെയ്യുന്നുണ്ട്. ഭാഗവതത്തിലൊരു രീതി, ഇനി മറ്റുള്ള ഉപനിഷത്ത് വർണ്ണനകളിൽ ഒക്കെ വേറൊരു രീതി, ഇവിടെ മറ്റൊരു രീതി. ഇതെല്ലാം കൂടി യോജിപ്പിക്കലാണ് നമുക്കെല്ലാം ചെയ്യാനുള്ള കർത്തവ്യം. അവിടെ അങ്ങനെ പറഞ്ഞു, ഇവിടെ എങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞ് ആകപ്പാടെ എന്താണ് പറഞ്ഞത് എന്ന് തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കത്തക്കവണ്ണം ആവരുത് എന്ന് ഭട്ടതിരിപ്പാട് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഗമനം തു കാലഃ. കാലഗതി എന്ന് നമ്മൾ പറയാറുണ്ട് എപ്പോഴും. എന്താ ഈ കാലഗതി? നമ്മളെ സംബന്ധിച്ചിടത്തോളം രാത്രി പകൽ കഴിഞ്ഞു ഒരു ദിവസം, പിന്നെ 7 ദിവസം, ആഴ്ച, 2 ആഴ്ച, ഒരു പക്ഷം, അത് കഴിഞ്ഞാൽ 2 പക്ഷങ്ങൾ കൂടിയ മാസം, പിന്നെ ഈ 2 മാസങ്ങൾ കൂടുന്ന ഋതുക്കൾ, അങ്ങനെ 6 ഋതുക്കളാകുമ്പോഴേക്കും ഉത്തരായനം ദക്ഷിണായനം 2 അയനങ്ങൾ, പിന്നെ ഒരു കൊല്ലം. അങ്ങനെ 360 ദിവസം ഒരു കൊല്ലം. അത് കഴിഞ്ഞാൽ അങ്ങനെ 100 കൊല്ലം മനുഷ്യായുസ്. ശതായു പുരുഷ. അങ്ങനെ മനുഷ്യായുസ് 100 കൊല്ലം 360 കൊല്ലം കഴിയുമ്പോഴേ ദേവന്മാർക്ക് ഒരു ദിവസം ആവണുള്ളൂ. അപ്പോൾ കാലം എന്നുള്ളത് ഭഗവാന്റെ കാലുവെപ്പായിട്ട് കാണാനാണ് പറയണത്. നമുക്ക് കാലം ഇളകണതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം അത് അവിടുത്തെ ഇളകാതെ കൊണ്ടുള്ള ശക്തി തന്നെയാണ്. കാലെടുത്ത് വെച്ച് നിൽക്കുകയാണ് ഭഗവാൻ. അപ്പോൾ ഭഗവാന്റെ പാദതലം കാണണമെങ്കിൽ കാല് പതുക്കെ വെച്ചെടുത്ത് ഒന്ന് പൊക്കി വീണ്ടും വെക്കണം. അപ്പോഴാണ് കാലടി നമുക്ക് കാണാൻ സാധിക്കുക. അങ്ങനെ പദം പദമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഈശ്വരനെ കാലത്തിൻ്റെ ഗതിക്കനുസരിച്ച് നമുക്ക് കാണാം. അതാണ് കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ഈ 4 യുഗങ്ങളും ചേർന്നു ഭഗവാന്റെ കാലടികൾ, കാലുവെപ്പുകൾ. പതേ പതേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്ന് പറയണത് അതാണ്. അങ്ങനെ കൃതത്രേത ദ്വാപര യുഗങ്ങൾ കഴിഞ്ഞാൽ ചതുർയുഗം. അങ്ങനെ 1000 ചതുർയുഗമാവുമ്പോഴാണത്രേ ബ്രഹ്മാവിന് ഒരു പകൽ. അപ്പം നമ്മുടെ കണക്കും ബ്രഹ്മാദി ദേവന്മാരുടെ കണക്കും യോജിപ്പിച്ച് പറയാൻ ഭട്ടതിരിപ്പാട് ഇനി തയ്യാറാവുന്നുണ്ട്. ഇവിടെ ഭഗവാന്റെ കാലടി വയ്ക്കലാണ് കാലം എന്ന് സങ്കല്പിക്കാൻ മാത്രം പറയുന്നു. അത് കഴിഞ്ഞാൽ വിപ്രാതിവർണഭവനം വദനാബ്ജ ബാഹു ചാരു ഊരുയുഗ്മചരണം കരുണാംബുധേതേ. ബ്രാഹ്മണോസ്യ മുഖമാസീൽ ബാഹു രാജന്യകൃത ഊരു തദസ്യദ്വൈശ്യ പദ്ഭ്യാം ശൂദ്രോ അജായത. ഓരോ അതലവിതലാദി ലോകങ്ങൾ ഭഗവാന്റെ പാദം അവയവങ്ങളാണെന്ന് പറഞ്ഞതുപോലെ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രാദികളാകുന്ന ചാതുർവർണ്ണ്യവും
ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണ കർമ്മ വിഭാഗശ എന്ന് കൂട്ടിച്ചേർത്ത് പറയണം. അതായത് കാലടിയും ആവശ്യമാണ്, കാൽമുട്ടും ആവശ്യമാണ്, അരക്കെട്ടും ആവശ്യമാണ്, കൈകളും ആവശ്യമാണ്, മുഖം ആവശ്യമാണ്. അതുപോലെയാണ് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രാദി സങ്കല്പങ്ങൾ. ഒരു ഓഫീസിൽ അതിൻ്റെ കൃത്യമായ നടത്തിപ്പിന് ഭരണാധികാരികൾ വേണമെന്ന് പറയുന്നത് പോലെയാണ് ഈശ്വരൻ്റെ അവയവങ്ങളായിട്ട് ജാതി വ്യവസ്ഥകളെ വർണ്ണിക്കുന്നത്.